കോഴിക്കോട് ഒളവണ്ണ തണ്ടാമഠം താഴത്ത് ഡിങ്കൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സാഹസിക കവുങ്ങുകയറ്റ മത്സരം ഇപ്പോൾ നടക്കുകയാണ്. നമ്മുടെ VS രഞ്ജിത്തിനെ നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തിയോ, കമുകിലാണോ മുകളിലാണോ എന്ന് നോക്കട്ടെ. അല്ല, മുകളിലില്ല. രഞ്ജിത്ത് ഹാപ്പി ഓണം. ഞാൻ കവുങ്ങിന്റെ മുകളിലേക്ക് നോക്കുകയായിരുന്നു, രഞ്ജിത്ത് കയറി ഇരിപ്പുണ്ടോ എന്ന്. സുജിയ, ഈ തണ്ടാമടം താഴെ ഒളവണ്ണയിലെ ഡിങ്കൻസ് എന്ന് പറയുന്ന ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോ ഈ സാഹസികമായ കവുങ്ങ് കയറ്റം. കവുങ്ങിന്റെ മുകളിൽ ഇങ്ങനെ ഗ്രീസ് ഇട്ടിട്ടുണ്ട്. സാധാരണ എണ്ണയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാവാറുള്ളത്. അതിന്റെ മുകളിൽ നല്ലൊരു പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കയറുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു 3ാമത്തെ റൗണ്ടാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടകനൊക്കെ ഇവിടെ ഉണ്ട്, അജയ് കല്ലായൊക്കെ ഉണ്ട്. അജേട്ടാ, ഇത് എങ്ങനെ അടിപൊളി മത്സരമാണ്? അയ്യോ, ഗംഭീര മത്സരം. നമ്മൾ ധാരാളം മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നാട്ടില് പല മത്സരങ്ങൾ ഓണത്തോടനുബന്ധിച്ചിട്ട് കമ്പോരി മത്സരം, ഉറിയടി മത്സരമൊക്കെ ഉണ്ട്. വഴുതൽ കവുങ്ങ് കയറ്റ മത്സരം ആദ്യമായിട്ടാണ് ഉദ്ഘാടനം. ഇപ്പൊ ഞാനായിരുന്നു ഇതിന് കഴിഞ്ഞു. ഗംഭീര മത്സരമാണ്. ഇതിന്റെ സംഘാടകർ എത്ര ആളുകൾ മത്സരിക്കും? ഇതിലിപ്പോ 16 പേരാണ് പങ്കെടുക്കുന്നത്, മത്സരിക്കുന്ന മത്സരാർത്ഥികൾ. ഇപ്പോ നിലവിൽ 16 പേര് മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സുജയ, ഈ മത്സരിക്കുന്ന ആളുകളിൽ മലയാളികൾ മാത്രമല്ല എന്നുള്ളതാണ്. ഹിന്ദിക്കാർ, നമ്മളെ ഭായിമാരും കൂടി ഉണ്ട്. എവിടെന്നാ? അല്ല രഞ്ജിത്തെ, ഒരു കാര്യം കണ്ടോ, രഞ്ജിത്തെ ഇപ്പൊ കയറിയ ആളുണ്ടല്ലോ, അതിൽ നിന്ന് ഈ തെന്നുന്നത് മാറാൻ വേണ്ടിയിട്ട് അതെടുത്ത് മുന്നിൽ തൂക്കുകയാണ്. രഞ്ജിത്ത്, ഈ മത്സരത്തിന്റെ നിബന്ധനകൾ എന്ന് ചോദിച്ചേ, അതിൽ വഴുകാൻ വേണ്ടി ഒട്ടിച്ചിരിക്കുന്ന ഗ്രീസാന്ന് തോന്നുന്നു. ഗ്രീസാണോ അതോ? അങ്ങനെ പറ്റും. അതായത് ഈ മത്സരത്തില് മത്സരത്തിന്റെ നിബന്ധനയിൽ ഈ ഗ്രീസ് തുടച്ചു മാറ്റാം. ഹെഡ് തുടച്ചു മാറ്റാം. അതെ, ഹെഡ് പൈനാപ്പിളിന് ഇടിക്കണം. അതാണ് നമ്മുടെ മത്സരം. അത് കയറിക്കൊണ്ടിരിക്കുന്നവര് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തുകൊണ്ടിരിക്കണം. അത് അവനാനും സൗകര്യം ചെയ്തുകൊണ്ടിരിക്കണം. കൂടത്തിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൊട്ടേഷൻ ആയിട്ടുള്ള ഒരു മത്സരമാണിത്. ഈ മത്സരം ഞങ്ങള് ഗ്രീസ് വേണമെങ്കിൽ തുടച്ചു മാറ്റാന്നാ പറയുന്നത് അല്ലേ? ഇതിലിപ്പോ നേരത്തെ കയറി ചേട്ടനാണ് മത്സരിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഗ്രീസ് തുടയ്ക്കാൻ കഴിഞ്ഞ ഇത് സ്ഥിരം പങ്കെടുക്കുന്ന ഇത്തവണയും പൈനാപ്പിളും സുജിയ, വലിയ കപ്പുകളൊക്കെ ഉണ്ട്. മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൈനാപ്പിൾ, ഈ മുകളിൽ കാണുന്ന പൈനാപ്പിളിൽ തല തട്ടണം എന്നുള്ളതാണ് അല്ലെ? നേരത്തെ സ്റ്റേറ്റ് വിജയാണ്. നാക്കെന്താ അതിൽ കയറുക? എങ്ങനെ ഗ്രീസ് തുടച്ച് ഇങ്ങനെ കയറുക? പേരെന്താ? സിനീഷ്. ഒന്നുകൂടി കയറിയോക്കെ അല്ലെ? എന്നാ പേര് കയറിയോക്കെ. സിനീഷ് ഭായ് ഒന്നുകൂടി കയറി നല്ല സ്പീഡിലായി. ഇപ്പൊ കഴിഞ്ഞ തവണ സമ്മാനം അർഹനായ സിനീഷാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ആ ഗ്രീസ് തുടച്ച് ഇനിയും ഏകദേശം ഒരു 10 മീറ്റർ കൂടി ഗ്രീസ് ഉണ്ട്. അത് തുടച്ച് തിരിക്കാൻ മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇതാണ് സുജയ, ഇതിന്റെ ഒരു ആവേശം എന്ന് പറയുന്നത്. കുട്ടികളും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ശരിക്കും ഈ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, നിങ്ങൾ കോഴിക്കോട്ട് എന്താ പറയുന്നത് എനിക്കറിയില്ല. വാഴപ്പിണ്ടി ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഇതുപോലെ എണ്ണ പുരട്ടിയിട്ട് അതിൽ കയറുന്ന മത്സരമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ കമുകാണ്, സേഫ് ആയിട്ട് കയറാം. രഞ്ജിത്ത് ഒന്ന് ട്രൈ ചെയ്യുന്നോ? കൊച്ചു പിള്ളേർ വരെ കയറുമല്ലേ? കവുങ്ങാണ്. ഞാന് ട്രൈ ചെയ്ത ശരിയാവില്ല. ഇവിടെ അഭിജിത്ത് ഉണ്ട്. ഇവിടെ അഭിജിത്ത് മുഴക്കൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യും. അഭിജിത്ത് ഒന്ന് ഇല്ല, ഞാൻ കയറുന്നില്ല. ഇത് ഞങ്ങളെ ഡിങ്കൻസ് ക്ലബ്ബാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഡിങ്ക മതത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ഡിങ്കൻ എന്നുള്ള പേര് നമ്മൾ വിചാരിക്കും ഇവിടെ ഡിങ്കന്മാരെന്ന് പറയുന്നത് അല്ല. നമ്മൾ ചോദിച്ചോ, ഇതിപ്പോ ഡിങ്ക മതത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. പക്ഷെ ഇവിടുത്തെ നാട്ടിലെ ഒരാളുടെ ടൈറ്റ് പേരായിരുന്നു, വട്ടപ്പേരായിരുന്നു. അല്ല, ആ വട്ടപ്പേര് ക്ലബ്ബായി മാറി. ഏതായാലും നമ്മളെ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. മലയാളികളുടെ നാട്ടിൽ വന്ന്, കേരളത്തിൽ വന്ന് മലയാളികളുടെ ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പങ്കെടുത്ത് വെസ്റ്റ് ബംഗാളിലേക്ക് ഈ കവുങ്ങ് കയറ്റത്തിന്റെ സമ്മാനം കൊണ്ടുപോകാൻ നോക്കാം. ഏതായാലും എന്നാ ഈ മത്സരം ഇപ്പൊ അവസാനിക്കും. ഞാൻ പറഞ്ഞു, മത്സരം അവസാനിക്കുക. ഞങ്ങൾ വർഷങ്ങളായിട്ട് നടത്തുന്ന പരിപാടിയാണ്. ഗംഭീരമാക്കാൻ വേണ്ടി സഹകരിക്കുക എല്ലാവരും. ഗംഭീര പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്, മലയാളിയല്ല. അപ്പൊ 3 മലയാളികളല്ലാത്തവർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കവുങ്ങ് കയറ്റ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിനോജ് ഇവിടെ ഉണ്ട്. സിനോജ്, കവുങ്ങ് കയറുന്നോ? കവുങ്ങ് കയറുന്നില്ല. ഇതിന്റെ ടെക്നിക്ക്, ഇതിന്റെ ചുവട്ടിലെ മരപ്പുട കിടപ്പുണ്ട്. എല്ലാവരും മരപ്പുട കയ്യിലാക്കിയിട്ടാണ് മോളെ കയറുന്നത്. പക്ഷെ അതേ മോളോട്ട് പോകാൻ പറ്റുന്നില്ല.
രഞ്ജിത്തെ നിങ്ങൾ ഈ വാചകം മാത്രമേ ഉള്ളൂ കേട്ടോ. രഞ്ജിത്തെ, മലബാറിന് നാണക്കേടാണ് ആരേലും ഒരാൾ കയറിയെന്ന് മത്സരിക്കണം. അങ്ങനെയല്ലേ ഓണക്കളിയിലൊക്കെ പങ്കെടുക്കുന്നത്. സിനോജ് ഉണ്ട് അവിടെ, അഭിജിത്ത് ഉണ്ട്. നമ്മളെ ഷിയാലിക്ക കോൺഗ്രസിന്റെ ഇവിടുത്തെ മണ്ഡലം വരെ പ്രസിഡന്റ് അല്ലേ? കയറുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഈ സമ്മാനങ്ങളാണ് കാണേണ്ടി. പലതരത്തിലുള്ള ഒരു ചാക്ക് നിറയെ ഈ വിജയികൾക്ക് സമ്മാനം കൊണ്ടുപോകാൻ സാധിക്കും. അത് എല്ലാ രീതിയിലും നല്ലൊരു ഒത്തൊരുമയാണ് ഇതിന്റെ ഈ നാടിന്റെ ഒരു ഒത്തൊരുമയാണ് ഇത്തരത്തിലുള്ള ഷിയാലിക്ക കയറുന്നില്ല. ഏതായാലും മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ഞാൻ വിട്ടു. കാരണം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ആ കമുകിൽ കയറാനായിട്ട് നമ്മുടെ ബ്യൂറോയിൽ നിന്ന് ഒരാൾ പോലും ഒന്നും തയ്യാറായില്ല. ഞാൻ വിചാരിച്ചു രഞ്ജിത്ത് അതിലൊക്കെ കയറിയായിരിക്കും, അവിടെ നിന്നായിരിക്കും ഒരു P2C ഒക്കെ തരിക എന്ന്. എന്തായാലും രഞ്ജിത്തെ ഉഷാറാകട്ടെ. നമ്മളെ മരം കയറുന്ന മതിലി ആടുന്ന ആളുകൾ നമ്മൾ ബ്യൂറോയിൽ ഇല്ല എന്നുള്ളതാണ്. അതെ 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 അതെ, മത്സരമാണ് മത്സരം. ആ മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഉഷാർ എന്ന് പറയുന്നത്. അപ്പൊ താങ്ക് യു VS രഞ്ജിത്ത് ആൻഡ് ടീം. കൂടുതൽ പൊളി കാഴ്ചകളുമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തും. നബിദിന ആശംസ പറയുമെന്ന് റിബുവിന് പറയുന്നു. നബിദിന ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ബംഗാളി കയറുമെന്ന് പറയുന്നു. അങ്ങനെയല്ല, ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന അതിഥി തൊഴിലാളികൾ നമ്മുടെ കൂടി ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണല്ലോ.